ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കേരള നിയമസഭയിലെ 16ാമത്തെ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കുറിച്ചാണ്. ഇത്രയും കാലം കേരള നിയമസഭയിൽ പലരും സ്പീക്കറായി വന്നു പോയെങ്കിലും ഈ കഴിഞ്ഞ ഒരു മാസത്തിനകം ഇത്ര ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മുഖ്യമന്ത്രിക്കൊപ്പം മറ്റൊരാൾ ഉണ്ടായിരിക്കുകയില്ല. മുഖ്യമന്ത്രി പ്രതിപക്ഷ വലയിലേക്ക് സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തൊട്ട് ഗോളടി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 101 പേരുടെയും പ്രാതിനിധ്യം പോലും അപ്രാപ്യമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി കസറുന്ന ആ സമയത്ത് പിന്നീട് ഒരു ആകർഷണം സ്പീക്കറുടെ ഡയലോഗുകളും സഭ നിയന്ത്രിക്കുന്നതുമായ സംഗതികളാണ്. അതിൽ പ്രധാനപ്പെട്ടത് സ്പീക്കർ ഈ ഒരു മാസത്തിനകം തന്നെ പല ഡയലോഗുകളും പബ്ലിക്കിലേക്ക് എറിഞ്ഞു കൊടുത്തിരുന്നു. അതിലെ ചില ഡയലോഗുകൾ നമുക്കൊന്ന് കേൾക്കാം. ഒന്ന്, പ്രതിപക്ഷ നേതാവ് താനും തൻ്റെ കക്ഷി നേതാക്കളും എല്ലാവരും കൂടി വാക്കൗട്ട് നടത്തുകയാണെന്ന് പറഞ്ഞാൽ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് തമാശ രൂപത്തിൽ പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ വട്ടം ചുഴറ്റിയ സ്പീക്കറുടെ ഒരു അനുഭവം. രണ്ടാമത്, നടുത്തളത്തിലേക്ക് പ്രതിപക്ഷം ഇറങ്ങി നിന്നപ്പോൾ അവരോട് നിങ്ങൾ എങ്ങനെയൊക്കെ ഇറങ്ങിയാലും ശരി ഞാൻ വാച്ചാരന്മാരനെ വിളിക്കാനേ പ്ലാനില്ല എന്ന് പറയുന്ന സ്പീക്കറെയും പിന്നീട് ഭരണപക്ഷത്തുള്ള MLA-മാരോട് തന്നെ നിങ്ങളിവിടെ ഉല്ലാസയാത്രയ്ക്ക് വന്നതല്ല എന്ന് പറയുന്ന സ്പീക്കറെയും നമുക്ക് കഴിഞ്ഞ നിയമസഭാ കാലഘട്ടത്തിൽ പലപ്പോഴായി കാണാൻ പറ്റും. ഇതിലെല്ലാം സ്പീക്കറുടെ പവർ എന്താണെന്ന് അറിയിക്കുന്ന മറ്റൊരു സംഭവം, കഴിഞ്ഞ ദിവസം വാക്കൗട്ട് പ്രസംഗത്തിൻ്റെ സമയത്ത് സ്പീക്കർക്കെതിരായി കെ രാജൻ സംസാരിച്ചപ്പോൾ അതിനിടയ്ക്ക് ഇടപെട്ടുകൊണ്ട് സ്പീക്കർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, സഭയുടെ അധ്യക്ഷനായ സ്പീക്കറോട് കൂടുതൽ പറയണ്ട എന്നും അത് തൻ്റെ അധികാരത്തിന് മേളിലുള്ള കടന്നുകയറ്റമാണെന്നും നല്ല രീതിയിൽ തന്നെ കർക്കശത്തോടു കൂടി തന്നെ പറഞ്ഞ് രാജനെ ഒതുക്കുന്ന സ്പീക്കറെയും നമ്മൾക്ക് ഈ നിയമസഭയിൽ കാണാൻ പറ്റും. പറയുന്നതും അങ്ങ് ഇടയിൽ കയറി നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്, ട്രോളിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങയോട് പറഞ്ഞതാണ്, അങ്ങ് വോക്കൌട്ട് പ്രസംഗത്തിനകത്ത് ചെയറിനെ അവമാനിക്കുന്ന ഒരു പണി പറ്റില്ല. അങ്ങക്ക് അങ്ങയുടെ സബ്ജക്റ്റിൽ മാത്രമായി നിൽക്കാം. വോക്കൌട്ട് പ്രസംഗമാണെന്ന് ആലോചിച്ചോണം. തന്നെയുമല്ല, ഈ ഇത്രയും കാലം മലയാളികൾ സ്പീക്കർ എന്ന പദവിയുടെ അർത്ഥം പോലും മനസ്സിലാകാതിരുന്ന സമയത്ത് ഈ നിയമസഭയിലെ തന്നെ ഏറ്റവും സീനിയറായ തിരുവഞ്ചൂര് എങ്ങനെ നിയമസഭയെ കൈകാര്യം ചെയ്യണമെന്നും നിയമസഭയുടെ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ പവറിനെക്കുറിച്ചൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ്. 16ാം കേരള നിയമസഭയുടെ അധ്യക്ഷനായി എന്നെ തെരഞ്ഞെടുത്ത ഈ മഹത്തായ സഭയോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. MLA ആയിട്ടും പ്രതിപക്ഷത്തായാലും മന്ത്രിയായിട്ടാണേലും ഒക്കെ സീനിയോറിറ്റി കൂടുതലുള്ള തിരുവഞ്ചൂറാണ് ഈ നിയമസഭയിലെ മുഖ്യമന്ത്രി കഴിഞ്ഞാലത്തെ ഏറ്റവും പ്രധാന കഥാപാത്രമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിരാജിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ തിരുവഞ്ചൂറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.